or who has been escaped or attempt to escape from the lawful custody. ലോഫുൾ കസ്റ്റഡിയിൽ ചാടിപ്പോകാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്താൽ അവനെ അറസ്റ്റ് ചെയ്യും. ഓക്കെ, അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവൻ ലോഫുൾ കസ്റ്റഡി ചാടിപ്പോകും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കുറക്കണോ? Who is reasonably suspected or being distressed from any of the armed forces of the union. ഇപ്പോ നമ്മള് ഒരാളെ പട്ടാളത്തിൽ ചേർത്തു, അയാളെ പട്ടാളത്തിൽ നിന്ന് ചാടിപ്പോന്നു, അവനെ അറസ്റ്റ് ചെയ്താകത്തുള്ളൂ. Who has been consented or against whom the reasonable complaint has been made or credible information has been received or reasonable suspicion exists, his having been concerned in any commit the police officer in India which he is committed in India, who have been punished for offense for which he is under any law relating to extradition or liable to be apprehended or detained in custody of India. എന്താ പറഞ്ഞേക്കുന്നേ? ഇപ്പം ഇന്ത്യയിൽ ഒരു കുറ്റം ചെയ്താൽ, അത് ഒരു പ്രവൃത്തി ചെയ്താൽ ഒരു കുറ്റമാവുമെങ്കിൽ അവൻ അത് പുറത്തു പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്താണെങ്കിൽ ഇന്ത്യൻ പൗരനാണെങ്കിൽ അവൻ എന്ത് ചെയ്യാം? അവനെയും അറസ്റ്റ് ചെയ്യും. അവിടെ എന്തു അപ്ലൈ ചെയ്തേക്കുന്നേ? എക്സ്റ്റൻഷൻ ഓഫ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഇന്ത്യൻ ലോ ആണ്. ഓക്കെ, അടുത്ത് who is being released commit a breach any made under subsection 5 of section 394. 394 പ്രകാരം ഈ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് ഒരുത്തം പോയി, അവനോട് വീണ്ടും മര്യാദയ്ക്ക് ജീവിക്കാൻ ഉത്തരവിട്ടു, വീണ്ടും അതേ ഓഫൻസ് ആവർത്തിച്ചാൽ അവനെ വീണ്ടും അറസ്റ്റ്. അവിടെ ഉദാഹരണത്തിന് ബെയിലിൽ ഉള്ള ഒരുത്തിന്റെ പ്രധാന ബെയിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒഫൻസിൽ പെടരുതെന്ന. അപ്പൊ വേറെ ഒഫൻസിൽ പെട്ടാൽ അവനെ വീണ്ടും അറസ്റ്റ് ചെയ്യും. അല്ലല്ല, ബുക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ലാപ്ടോപ്പിൽ നോക്കി വായിക്കുന്നത് എനിക്ക് സൗകര്യം, അപ്പൊ വലുതാക്കിയിട്ട് വായിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്നേ. മനസ്സിലായോ? ഓർ ഹൂസ് അറസ്റ്റ് റിക്വസ്റ്റഡ് വെദർ റിട്ടൺ ഓർ ഓറൽ. ഇപ്പൊ എഴുതിക്കൊണ്ടോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ ഓറൽ ആയിട്ടോ അവന്റെ അറസ്റ്റ് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഹാസ് ബീൻ റിസീവ്ഡ് ഫ്രം അനദർ പോലീസ് ഓഫീസർ. ഇപ്പൊ ഉദാഹരണത്തിന് കാസർഗോഡ് നിന്നൊരു മെസ്സേജ് എറണാകുളത്തേക്ക് വരികയാണ്, എന്റെ ഫോട്ടോയും കൊണ്ട്, ദേ അവന്റെ അറസ്റ്റ് നിർബന്ധമാണ്, അവൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും. പ്രൊവൈഡഡ് ദാറ്റ് the requisition of specific person to be arrested and offense or other cause from which the arrest has been made, if appears therefrom that the person might lawfully be arrested without warrant by officer who issue the requisition. അപ്പൊ കാസർഗോഡ് നിന്നാണ് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു വാറണ്ട് വന്നതെങ്കിൽ ഇവിടുന്ന് അറസ്റ്റ് ചെയ്താൽ ഇവിടെ അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇവിടെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടേ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യൂ. കാര്യം എന്താ? 24 മണിക്കൂറിന് ഇവിടെ ഹാജരാക്കണമെന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ട് വേണം ആൻസർ എഴുതാൻ കേട്ടോ. സബ്ജക്ട് ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 39, no person consented in non-cognizable offense or against to whom the complaint has been medical information has been received for reason suspicion exists having on concern shall be arrested except under a warrant or on order from the magistrate. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ കേസുകളിലെല്ലാം വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. മുമ്പേ പറഞ്ഞ കേസുകളിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? കേസുകളിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിലെല്ലാം വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഇനി പറയുന്ന കേസുകളിൽ വാറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 39 കണ്ടോ? നോക്ക്, സബ്ജക്ട് ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 39 കണ്ടോ? ക്ലോസ് ടു. നിങ്ങൾക്ക് സ്പീഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചടപടാ പോകുന്നത്, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോകുന്ന ആളല്ല, നിങ്ങൾക്ക് അറിയാലോ. സ്റ്റക്കായോ? ആരോ വിളിച്ചല്ലോ.